പരിപാടി? അടിപൊളി പടമെന്നാണോ? ശരി. അപ്പോൾ എന്തൊക്കെയുണ്ട് പൊതുവേ നമ്മളിപ്പോൾ ഷോസ് ഒക്കെ കിട്ടി തുടങ്ങിയോ? ഓൾറെഡി പോകുന്നുണ്ട്, എന്നാലും പ്രോഗ്രാം ഉണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് പോണു അല്ലേ? ഇപ്പൊ നമുക്ക് ഈ ഒരു സ്കെഡ്യൂൾ നമുക്ക് ആക്ച്വലി 3 റൗണ്ട് ഉണ്ട്. ഫൈസിന്റെ ഫസ്റ്റ് റൗണ്ടാണ് എന്റെ ഫസ്റ്റ് പാട്ട്, ഫസ്റ്റ് റൗണ്ട് അല്ലേ? അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് കോറസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പലതവണ വന്നു പോയി ഈ വഴി. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് പുണ്യമക്ക എന്ന റൗണ്ടിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ 1000 1000 എന്ന് പറഞ്ഞ പാട്ടാണ് പാടുന്നത്. നന്നായിട്ട് പാടും ഫൈസ്, അടിപൊളിയാക്കണം. ഓക്കെ. വിശുദ്ധ കബാലയം മാനവർക്കതിലഭയം വിശ്വമാനവർക്കതിലഭയം മാനവർക്കതിലഭയം വിശ്വമാനവർക്കതിലഭയം 1000 ഗാതങ്ങൾ ദൂരെ അല്ലാന്റെ ശാന്തിഗേഹം വിശുദ്ധ കബാലയം മാനവർക്കതിലഭയം വിശ്വമാനവർക്കതിലഭയം മാനവർക്കതിലഭയം വിശ്വമാനവർക്കതിലഭയം പിതാവ് സ്ഥാനം കുറിച്ചു ആദിമ ചരിത്ര ഗാഥ രചിച്ചു ആദിപിതാവ് സ്ഥാനം കുറിച്ചു ആദിമ ചരിത്ര ഗാഥ രചിച്ചു ഇറയോന്റെ ആജ്ഞ ശിരസാവഹിച്ചു ഇറയോന്റെ ആജ്ഞ ശിരസാവഹിച്ചു ഇബ്രാഹിം നബിയത് പൂർത്തീകരിച്ചു 1000 ഗാതങ്ങൾ ദൂരെ അല്ലാന്റെ ശാന്തിഗേഹം വിശുദ്ധ കബാലയം മാനവർക്കതിലഭയം വിശ്വമാനവർക്കതിലഭയം മാനവർക്കതിലഭയം വിശ്വമാനവർക്കതിലഭയം ലക്ഷം നബി മക്കളതിലെ നടന്നു ജല്ല ജലാലിന് സ്തുതി പറഞ്ഞു ലക്ഷം നബി മക്കളതിലെ നടന്നു ജല്ല ജലാലിന് സ്തുതി പറഞ്ഞു കാലം കിയാമത്തിനോളം നീ അല്ലാ കാലം കിയാമത്തിനോളം നീ അല്ലാ കിബ്ല കാണാൻ എനിക്കും വിധിയരുളല്ല 1000 ഗാതങ്ങൾ ദൂരെ അല്ലാന്റെ ശാന്തിഗേഹം വിശുദ്ധ കബാലയം മാനവർക്കതിലഭയം വിശ്വമാനവർക്കതിലഭയം
ഫൈസ് മോനെ, എന്തോ കോറസിന്റെ സപ്പോർട്ടൊക്കെ തന്ന് നമ്മൾ കമറുക്ക തന്ന പാട്ട് പാടിക്കഴിഞ്ഞു. പാടി കഴിഞ്ഞു. നേരെ നമുക്ക് കമന്റ്സ് ചോദിക്കാം. സാധാരണ പാട്ടുകളുടെ സെലക്ഷനൊക്കെ നന്നാവാറുണ്ട് എന്ന് പലപ്പോഴും പറയുന്ന ജഡ്ജസ്, ആദ്യം രണ്ടുപേരില് ഷബ്നത്തിന്റെ ആകാംക്ഷ കണ്ടിട്ട് എനിക്ക് അവിടെ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ഷബ്നം, എൻ്റെ ആകാംക്ഷ വേറൊന്നും ആയിരുന്നില്ല. ഈ സിന്ധു ഭൈരവി അല്ലേ, അപ്പോൾ നീ ഒരു സംഗതിയിൽ എങ്ങനെയാണ് ഈ രാഗം മാറ്റുന്നേ ഫായിസേ? അങ്ങനെ ചോദിച്ചാ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ അത് ഏതോ ഞാൻ അതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അതായത് 1-2 സ്ഥലം ഞാൻ നോട്ട് ചെയ്തു. വിധിയാരുള്ള അല്ലാന്നുള്ളിടത്താണെന്ന് തോന്നുന്നു. അത് പാടി വന്നപ്പോൾ അത് ആ ഒരു സംഗതി പോയ പോക്ക് സിന്ധു ഭൈരവി അല്ല, ബാക്കിയല്ല അത് തന്നെ. അതെങ്ങനെയാണ്? പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരുമല്ലോ, റെക്കോർഡ് ചെയ്തേക്കും. രക്ഷയില്ല കേട്ടോ. അത് ഒരു ഭയങ്കര കഴിവാണ് കേട്ടോ. ഞാൻ അതാണ് ആലോചിച്ചത്. എപ്പോഴും ഞാൻ പറയാറുള്ളതാണത്. അതിപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. താങ്ക് യു. മൂർച്ഛിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതെ. പിന്നെ അടിപൊളിയായിട്ട് പാടി. താങ്ക്സ്. ആൻഡ് എൻ നോട്ട്സ് സാധാരണ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഫ്ലാറ്റ് ആവാനുള്ള ടെൻഡൻസി എപ്പോഴും പറയാറുണ്ട്. അത് ഇപ്രാവശ്യം വന്നത് എൻഡ് നോട്ട്സ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലത്താണ്. അത് 1-2 ഞാൻ വരച്ചിരിക്കുന്ന ആദ്യത്തെ പല്ലവിയിലെ ദൂരെ എന്ന് പറഞ്ഞിട്ട് ഉള്ള പോർഷനിലും സ്തുതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചരണത്തിൽ ഉള്ള എൻഡ് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതൊന്ന് ക്ലിയർ ചെയ്തേ പറ്റൂ. ഓക്കെ, ബാക്കിയൊക്കെ നിന്റെ ആ ഒരു അറിയാമല്ലോ. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ പോസിറ്റീവായി നമ്മൾ തുടങ്ങി. ഇനി നമുക്ക് അൻവർക്ക. ഫൈസേ, ഓ ഫസ്റ്റ് കമന്റ് എന്തുകൊണ്ട് ഷബ്നെ കൊണ്ട് പറയിച്ചെന്ന് മനസ്സിലായോ? ഇല്ല. ഈ ചേഞ്ചസ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരണ്ടേ ആദ്യമേ? സിന്ധു ഭൈരവിയിലെ രാഗത്തിലെ അല്ലേ, അതൊന്ന് മാറി ഒരു നോട്ട് ഇങ്ങനെ ഒക്കെ വന്നു പോയി. അതൊരു ടാലൻ്റ് ആണെന്നാണ് പറഞ്ഞത് അല്ലേ? ആയിക്കോട്ടെ, നന്നായിരുന്നു. ഉഗ്രനായിട്ട് അല്ല, അതിൽ 2 കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മ്യൂസിക്കൽ ഫോംസ് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കർണാട്ടിക്കിലാണെങ്കിൽ അത് സമ്മതിക്കില്ല. നമ്മൾ കച്ചേരി പാടുമ്പോൾ ഒരു കൃതിയിൽ ഒരു നോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അതേസമയം ഹിന്ദുസ്ഥാനി ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ മനസ്സിലായില്ലേ, അങ്ങനെ ഇപ്പം അറബിക്കോ വേറെ ഏതിലാണെങ്കിലും നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. നമുക്ക് നോട്ട് മാറ്റി പാടാം. ആ ഭാവം അനുസരിച്ച് ഗസൽസിൽ കണ്ടില്ലേ, നമ്മൾ ഏതെല്ലാം രാഗത്തിലാണ് മാറി പോകുന്നത്, ഒരു നോട്ട് വെച്ചിട്ട് മാറി പോകാറില്ലേ. അപ്പോൾ ആ ഒരു ഫ്രീഡം നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമ്മുടെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി പുറത്തു വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണെന്നാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഞാനും പറയുന്നത്. അത് അങ്ങനെ ഈ നോട്ട് മാറി വരുമ്പോൾ കേൾക്കുമ്പം ഒരു മോശമല്ല എന്നുള്ളൊരു റിസൾട്ട് കിട്ടിയാൽ മതി എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ. മനസ്സിലായില്ലേ? അത് വളരെ ഭംഗിയായിട്ട് തന്നെ പാടി. ആ ദൂരെ എന്നുള്ള ആ സംഗതികളൊക്കെ നന്നായിരുന്നു. ദൂരെ ഒരു വാരി വിതറി അല്ലേ. വിധിയാറുള്ള ആ നോട്ട്സ് ഒന്ന് പാടിക്കണ്ടോ അവനെ കൊണ്ട്? മാറി വന്നില്ലേ കിബില കാണാൻ. എനിക്ക് ഒന്ന് ശ്രുതിയോട് സംഗീതേ. കിബില കാണാൻ എനിക്കും വിധിയാരുളല്ല. എന്ത് സ്വീറ്റാണ്, എന്ത് രസമാണ്. അതാണ് ഇത്ര നേരം ആ ഒരു വിഷയമാണ് ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് അതിമനോഹരമായി ഉഗ്രനായി കലക്കി. നന്നായി, നന്നായിരിക്കട്ടെ, എപ്പോഴും നന്നായിരിക്കട്ടെ.